ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പലരും സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പണം ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല, ലോൺ കിട്ടിയാൽ സോളാർ വെക്കാം. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്, എല്ലാവർക്കും സോളാർ ലോൺ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ലോൺ എടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പരിശോധിക്കണം. സോളാർ സിസ്റ്റം വെക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 21 പ്രധാന കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ സീരീസിൻ്റെ 6ാമത്തെ കാര്യത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതായത് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ ലോൺ ആവശ്യമുള്ളവർ അവരുടെ എലിജിബിലിറ്റി ആദ്യം തന്നെ പരിശോധിക്കണം. ഇന്ന് പല ബാങ്കുകളും സോളാർ സിസ്റ്റത്തിനായി പ്രത്യേക ഗ്രീൻ എനർജി ലോൺ അല്ലെങ്കിൽ സോളാർ ലോൺ നൽകുന്നുണ്ട്. പക്ഷേ ഈ ലോൺ ലഭിക്കാൻ ചില പ്രധാന കാര്യങ്ങൾ പരിശോധിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലിലെ പേര്, നിങ്ങളുടെ വയസ്സ്, ബാങ്ക് ക്രെഡിറ്റ് ഹിസ്റ്ററി, ആവശ്യമായ ID പ്രൂഫുകൾ ഇവയെല്ലാം ശരിയായിരിക്കണം. നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലിലെ പേരും ബാങ്കിലെ പേരും എല്ലാം സെയിം ആയിരിക്കണം. നിങ്ങളുടെ ഫാദറിൻ്റെ പേരിലാണ് കണക്ഷനെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലോൺ ലഭിക്കില്ല, ഫാദറിന് മാത്രമേ ലോൺ ലഭിക്കത്തുള്ളൂ. നിങ്ങളുടെ വയസ്സ് 65 വയസ്സിന് കൂടുതലാണ് ഒട്ടുമിക്ക ബാങ്കുകളും നിങ്ങൾക്ക് ലോൺ തരില്ല. പക്ഷെ ചില അപൂർവം ബാങ്കുകൾ 75 വയസ്സ് വരെ ലോൺ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്കിൻ്റെ പഴയ ക്രെഡിറ്റ് ഹിസ്റ്ററി ബാങ്ക് ചെക്ക് ചെയ്യും. വളരെ മോശം ക്രെഡിറ്റ് ഹിസ്റ്ററി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സോളാർ ലോൺ ലഭിക്കാനുള്ള എലിജിബിലിറ്റി ഇല്ലാതെയാകും. അതുപോലെ തന്നെ ആവശ്യമായ ID പ്രൂഫുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ചില ആളുകൾ സോളാർ ലോൺ നോക്കി മാത്രം സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അപ്പം ഇത്തരമുള്ള ആളുകളൊക്കെ സോളാറിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് ലോണിന് വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എലിജിബിലിറ്റി ഉറപ്പാക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനി ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വീട്ടിലൊരു 3 കിലോവാട്ട് സോളാർ സിസ്റ്റം വെക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. ആ സിസ്റ്റത്തിന് ഏകദേശം ഒരു 2,20,000 രൂപയാണ് ചെലവ് വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 2 ലക്ഷം രൂപ വരെ 5.75% പലിശയ്ക്ക് ബാങ്ക് നിങ്ങൾക്ക് ലോൺ നൽകുന്നതാണ്. അപ്പോൾ അവർ കരുതുന്നത് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, പിന്നീട് EMI ആയി അടയ്ക്കാം എന്നുള്ളതാണ്. പക്ഷേ ബാങ്ക് പരിശോധിച്ചപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലിലെ പേര് വേറേത്, അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന ആളുടെ പേര് വേറേത്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടാതിരിക്കുകയോ പ്രോസസ്സിംഗ് താമസിക്കുകയോ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോളാർ ലോണിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് വെൻഡേഴ്സാണ്. നല്ല വെൻഡേഴ്സ് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു നൽകുന്നതാണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ബാങ്കിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ലോൺ ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ വേണ്ടി ആദ്യം തന്നെ, അതായത് സോളാർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ബാങ്കുമായി സംസാരിച്ചിട്ട് എലിജിബിലിറ്റി ഉറപ്പാക്കുന്നത് നല്ലതാണ്. എല്ലാ ബാങ്കുകളും MNREയുടെ ലോൺ നൽകില്ല. MNREയുടെ ലോൺ നൽകുന്ന ബാങ്കുകളുമായിട്ട് മാത്രം നിങ്ങൾ ഡീൽ നടത്തേണ്ടതാണ്. അതിനാൽ തന്നെ സോളാർ സിസ്റ്റത്തിന് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ഉറപ്പാക്കേണ്ട കാര്യങ്ങളാണ്: ബാങ്കിൽ നിന്ന് ലോൺ എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ളത്, ആവശ്യമായ ഡോക്യുമെന്റുകൾ റെഡിയാണോ, ഇലക്ട്രിസിറ്റി ബില്ലും അപേക്ഷകന്റെ പേരും ശരിയാണോ, ഇവയെല്ലാം മുൻകൂട്ടി പരിശോധിച്ചാൽ സോളാർ ഇൻസ്റ്റലേഷൻ ലോൺ പ്രോസസ്സ് വളരെ എളുപ്പമാവും. അതുകൊണ്ട് ഓർമ്മിക്കുക, സോളാർ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ലോൺ എലിജിബിലിറ്റി പരിശോധിച്ചിരിക്കണം. സോളാർ ലോണിനെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 21 പ്രധാന കാര്യങ്ങളുടെ വീഡിയോ സീരീസിലെ 6ാമത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. തുടർന്നുള്ള സീരീസുകളും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ സോളാറിനെ പറ്റി പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.